നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗോവയിലെ കാന്തോളിം നിവാസിയും കൊട്ടാരക്കര കുളക്കട സ്വദേശിയുമായ ശ്രീമതി തങ്കമ്മ ശശി നിര്യാതയായി. കലങ്കുത്ത് ആസ്ഥാനമായ കൈരളി കൾച്ചറൽ അസോസിയേഷന്റെ സജീവ അംഗമായിരുന്നു. ഭർത്താവ് പരേതനായ ശശി, ഏക മകൻ അജിത് കുമാർ. മരണവാർത്ത അറിഞ്ഞ അജിത്തും സുഹൃത്ത് രതീഷ് വിജയകുമാറും ഇന്നലെ വൈകിട്ട് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് മടങ്ങി. മരണാനന്തര ചടങ്ങുകൾ വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിൽ നടന്നു. കൈരളി കൾച്ചറൽ അസോസിയേഷൻ പ്രസിഡന്റ് സുനുവും മറ്റംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കൈരളിയുടെയും ഫാഗ്മയുടെയും അംഗങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഗോവൻ വിശേഷം യൂട്യൂബ് ചാനലിന്റെ ആദരാഞ്ജലികളും ഇതോടൊപ്പം അറിയിക്കുന്നു. 5 പഞ്ചായത്തുകളിൽ ഡിജിറ്റൽ സേവനങ്ങൾ ആരംഭിച്ചു. ഗോവയിലെ 5 പഞ്ചായത്ത് മേഖലകളിൽ ഓൺലൈൻ സേവനങ്ങൾ ആരംഭിച്ച് പഞ്ചായത്ത് വകുപ്പ് ഗവേണൻസിലേക്ക് വലിയ നീക്കം നടത്തി. അലോർണ, പെർനെയിം, ബാർദേസ്, തിസ്വാഡി, മോമുഗാവ് എന്നീ പഞ്ചായത്തുകളിൽ ആദ്യഘട്ടമായി സേവനങ്ങൾ ലഭ്യമായി. വ്യാപാര ലൈസൻസ് വിതരണം, പുതുക്കൽ, വൈദ്യുതി ജല നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ ഇപ്പോൾ ഓൺലൈനായി ലഭിക്കും. ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദവും സുതാര്യവുമായ സേവനങ്ങൾ ലഭ്യമാക്കുകയും പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള നേരിട്ടുള്ള യാത്ര കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. PWDയെ വിമർശിച്ച് പ്രതിപക്ഷം. ഗോവയിൽ റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിനിടെ പ്രതിപക്ഷം PWDയെ രൂക്ഷമായി വിമർശിച്ചു. റോഡുകളുടെ മോശം പരിപാലനവും നിയന്ത്രണമില്ലാത്ത യൂട്ടിലിറ്റി ജോലികളും നിരവധി മരണങ്ങൾക്ക് കാരണമാണെന്ന് പ്രതിപക്ഷ നേതാവ് യൂരി അലെമാവോ പറഞ്ഞു. MLAമാരായ കാർലോസ് ഫെരേറ, വിജയ് സർദാസായി, ക്രൂസ് സിൽവ, ആൾട്ടോൺ ഡിക്കോസ്ത, വെൻസി വികാസ്, വിരേഷ് ബോർക്കർ എന്നിവർ മുഖ്യമന്ത്രിയോട് അടിയന്തര പരിഹാര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. റോഡുകളുടെ മോശം അവസ്ഥയാണ് 50% അപകടങ്ങൾക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു. റോഡ് നിർമ്മാണവും യൂട്ടിലിറ്റി ജോലികളും ഏകോപിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. മൊർമുഗാവ് തുറമുഖത്ത് കൽക്കരി കൈകാര്യം ചെയ്യലിനെതിരെ പ്രതിഷേധം. മൊർമുഗാവ് തുറമുഖത്ത് കൽക്കരി കൈകാര്യം ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. ജിൻഡാൽ സ്റ്റീൽ വർക്സിന്റെ സൗത്ത് വെസ്റ്റ് പോർട്ട് ലിമിറ്റഡും അദാനി പ്രൈവറ്റ് ലിമിറ്റഡും കോടികളുടെ ഗ്രീൻ സെസ് അടയ്ക്കാത്തതിനാൽ സർക്കാരിന്റെ വീഴ്ചയും വിമർശന വിഷയമായി. തുറമുഖത്തെ കൽക്കരി പ്രവർത്തനങ്ങൾ പരിസ്ഥിതിക്ക് ഹാനികരമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സർക്കാർ ഈ വിഷയത്തിൽ ഉടൻ നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പനാജിയിൽ തീപിടുത്തം, 3 കടകൾ നശിച്ചു. പനാജിയിലെ നാഷണൽ തിയേറ്റർ സമീപത്ത് വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ വൻ തീപിടുത്തത്തിൽ 3 കടകൾ പൂർണ്ണമായി നശിച്ചു. ലോണ്ടറി, സൈക്കിൾ സ്റ്റോർ, സ്റ്റേഷനറി കട എന്നിവയാണ് തീയിൽപ്പെട്ടത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ സമയോചിതമായി എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും വൻ നഷ്ടമുണ്ടായി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. സിക്കേറിമിൽ നാട്ടുകാരെ ആക്രമിച്ച തമിഴ്നാട് ടൂറിസ്റ്റുകൾ അറസ്റ്റിൽ. സിക്കേറിം കടൽ തീരത്ത് മത്സ്യബന്ധനം നടത്തിയിരുന്ന 2 പ്രദേശവാസികളെ ആക്രമിച്ചതിന് തമിഴ്നാട്ടിൽ നിന്നുള്ള 5 വിനോദസഞ്ചാരികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലായിരുന്ന ഇവർ മത്സ്യബന്ധന ഉപകരണങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. ഒരാൾ കത്തികൊണ്ട് ആക്രമിക്കുകയും മറ്റൊരാളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇരുവരെയും കയ്യേറ്റം ചെയ്ത പ്രതികളെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. PWD അനുമതിയില്ലാതെ റോഡ് കുഴിക്കൽ പൂർണ്ണമായും നിരോധിക്കും. ഗോവയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ PWDയുടെ അനുമതിയില്ലാതെ റോഡ് കുഴിക്കുന്നതിന് 100% നിരോധനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് അറിയിച്ചു. ഇതിനായി ഉടൻ ഒരു സർക്കുലർ പുറപ്പെടുവിക്കും. അനുമതിയില്ലാതെ കുഴിക്കുന്ന കോൺട്രാക്ടർമാരിൽ നിന്ന് പിഴ ഈടാക്കും. 50% അപകടങ്ങൾ മോശം റോഡ് സാഹചര്യങ്ങൾ മൂലമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. റോഡ് നിർമ്മാണവും കേബിൾ, പൈപ്പ് ലൈൻ ജോലികളും ഒരേ സമയം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകി. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനക്കുറവ് പരിഹരിക്കാനും സർക്കാർ ശ്രമിക്കുന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പിന്തുണ വില വർദ്ധിപ്പിക്കും. കൃഷി മേഖലയ്ക്ക് ഉണർവ് നൽകാൻ സർക്കാർ തേങ്ങയുടെ പിന്തുണ വില 15 രൂപയിൽ നിന്ന് 30 രൂപയാക്കി വർദ്ധിപ്പിക്കും. മാങ്കോറാത്ത് മാങ്ങയ്ക്ക് GI ടാഗ് നേടുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ്. മാനുവൽ നെൽകൃഷിക്ക് സബ്സിഡിയും ലഭ്യമാക്കും. കാർഷിക ബിരുദധാരികൾക്ക് 20 ലക്ഷം വരെ വായ്പയോടെ അഗ്രി ക്ലിനിക്കുകൾ ആരംഭിക്കാൻ പ്രോത്സാഹനം. കൃഷി വകുപ്പിനോടും ഗോവ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷനോടും പുതുക്കിയ പിന്തുണ വില നിർദ്ദേശം സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.